പാർലമെന്റ് പ്രധാനമായി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ആൽക്കഹോൾ ആൻഡ് ദ ഡ്രഗ് സർവീസസ്, ആ ഒരു 3 ഏരിയ പ്ലസ് എഡ്യൂക്കേഷൻ. ഇത്രയാണ് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. പക്ഷെ ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമ സംവിധാനത്തെ കുറച്ച് മാറ്റങ്ങളുടെ ആവശ്യമുണ്ട്. ക്രൈമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, കുട്ടികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്രൈം വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നതാണ്. ഓക്കെ എങ്കിൽ ഏതാണ്ട് ഒരു 23% വോട്ട്, 23% വോട്ടോളം കഴിഞ്ഞ തവണത്തേക്കാളും അധികം നേടിയാണ് ജയിക്കാൻ സാധിച്ചത്. അത് ഇവിടുത്തെ ലേബർ പാർട്ടി അവരുടെ ഏറ്റവും ഉറച്ചത് എന്ന് കരുതുന്നൊരു മണ്ഡലമായിരുന്നു അത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തോൽവിയോടെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ ആ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ആ മണ്ഡലം ഗവൺമെന്റുകൾ മാറുന്നതനുസരിച്ച് മാറാൻ സ്വഭാവം കാണിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അതുകൊണ്ടാണ് പലരും വ്യക്തമായ താല്പര്യം കാണിക്കാത്തപ്പോഴും ഞാൻ കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുകയും ആ മണ്ഡലം തന്നെ വേണമെന്ന് ഞാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെടുകയും, ആ മണ്ഡലം അല്ലാണ്ട് മറ്റൊന്ന് 2 മണ്ഡലങ്ങൾ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ 2 മണ്ഡലം എത്തണം ജയിച്ചതാണ് ലിബറൽ പാർട്ടി. പക്ഷെ എന്നിരുന്നാലും എനിക്കത് വേണ്ട, എനിക്കിതാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായി എനിക്ക് അവർ തരികയും ചെയ്തത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേറ്റ് വാർഡൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ജനപ്രീതി തന്നെയായിരുന്നു. പുള്ളിക്കാരി വളരെയധികം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഒരിക്കലും അവരത് ആ ഒരു മണ്ഡലം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കരുതിയിരുന്നതല്ലത്. എന്നിരുന്നാൽ പോലും ഞാൻ ഒരു 3 മാസത്തോളം എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ അവധിയിൽ പ്രവേശിച്ച് എല്ലാ ദിവസവും എന്ന രീതിയിൽ ഞാൻ ആളുകളെ കണ്ടുകൊണ്ടേയിരുന്നു. അത് ആദ്യത്തെ റൗണ്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് തോന്നിയത്. അതിനുശേഷം ഞാൻ വീണ്ടും 2ാമത്തെ റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം വേണം, ആ മാറ്റത്തിനുള്ള ഉത്തരവാദിത്വമാണ് ലിബറൽ പാർട്ടി എന്നുള്ളൊരു ഇതിലോട്ട് ആൾക്കാർ എത്തിയിരുന്നു. അതിന്റെ സൂചന തന്നെയാണ് മറ്റേ 25 സീറ്റിൽ 17 സീറ്റ് ജയിച്ച് ഞങ്ങൾ അധികാരത്തിലോട്ട് വരുന്നത്. ഇപ്പോൾ അട്ടിമറി വിജയമാണെന്ന് ചോദിച്ചാൽ അട്ടിമറി വിജയമാണ്. കാരണം പല ഘട്ടങ്ങളിലും ഇവിടുത്തെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ അവരത് പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും പലരിടത്തും അത് ഈ മണ്ഡലമാണ് അവർക്ക് കിട്ടാൻ ഏറ്റവും പാടുള്ള മണ്ഡലങ്ങളിലൊന്നെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് എന്നിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നതും അവരത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു മറ്റാളുകളുമായിട്ട്. ഞാനീ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് എന്നിലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായി. പ്രത്യേകിച്ച് ഇവിടുത്തുകാർ മജോറിറ്റി ആയുള്ള ഒരു 60% മുകളിൽ വരുന്ന ആൾക്കാരിവിടെ ഉള്ള ഒരു മണ്ഡലത്തിൽ നമ്മളിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ പിന്തുണ ഇല്ലാണ്ട് ഒരിക്കലും അത് നേടാൻ സാധിക്കത്തില്ല. പക്ഷെ അവരുടെ പിന്തുണ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം നേടിയെടുക്കാൻ പറ്റിയത്. ഈ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒരു അട്ടിമറി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം വേണമെങ്കിൽ കേറ്റ് വാർഡൻ മെമ്പർ ഫോർ സാനിറ്റേഷൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ കേറ്റ് വാർഡൻ ഇട്ട അവസാന പോസ്റ്റിന് വന്ന കമന്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആളുകൾക്ക് പലർക്കും അത് ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ ഞാനത് പ്രതീക്ഷിക്കുന്നു. ഞാനത് തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവരുടെ പാർട്ടിയുടെ അടുത്തും വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് തീരുന്നതിൻ്റെ അവസാനത്തെ അരമണിക്കൂറിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ വിജയിക്കുമെന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ ആളുകളുമായിട്ടുള്ള നേരിട്ട് സംസാരിച്ചതും അവിടെ വോട്ടെടുപ്പ് കയറുന്ന കേന്ദ്രത്തിൽ 2 ആഴ്ചയോളം നിന്നപ്പോഴും ഉള്ള ഇൻട്രാക്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ജയിക്കുമെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ആ റിസൾട്ട് തന്നെയാണ് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അന്ന് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയത്. നാട്ടിലോട്ട് ഡിസംബർ ജനുവരിയിൽ വരണമെന്നാണ് ആഗ്രഹം. അതിൽ ഇവിടുന്ന് ലീവ് 2 ആഴ്ചക്കുള്ളിൽ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ വരുമ്പോൾ കഴിഞ്ഞോണം വന്നപ്പോൾ 2.5 മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു നാട്ടിൽ വരവ് ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എന്നിരുന്നാലും 1-2 ആഴ്ചയ്ക്ക് പറ്റുന്ന രീതിയിൽ വന്ന് തിരിച്ചിവിടെ തന്നെ എത്തണം. ഞാനുള്ള തീരുമാനങ്ങളായിട്ടില്ല. കാരണം നമ്മൾ ജയിച്ച് മീറ്റിങ്ങും കാര്യങ്ങളും ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നാട്ടിൽ പോകുന്നതിന് ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴേ അതിനെക്കുറിച്ച് ചോദിക്കത്തുള്ളൂ. അതിനുശേഷം തീരുമാനം എടുക്കത്തുള്ളൂ.